എന്നെ ഇരിണാവ് ഫെസ്റ്റിന് വിളിച്ചതിന് ഒരുപാട് സന്തോഷം. പക്ഷേ അതിലേറെ സന്തോഷം എന്തായിരിക്കും വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഒരു സപ്പോർട്ടായിരിക്കും. എന്തായാലും എല്ലാവരും കൂടി കയ്യെ മുട്ടിട്ട് ഒരു കയ്യടി തന്നാല് അപ്പൊ ഞാൻ പാടട്ടെ. അപ്പം നമ്മുടെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ കൈകൊട്ടിക്കളി നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തായിട്ട് എന്താ പറയുക, കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ അടിപൊളി സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ 3D പ്രൊജക്ടറാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ മുളകോജി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തായിട്ട് കുലുക്കി സർവത്തുണ്ട്. അപ്പോൾ ഗ്ലാസ് എടുത്ത് ആ ചെയ്യുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തായിട്ട് ഗെയിമിംഗ് പ്രോഗ്രാം ഉണ്ട് കേട്ടോ. നമ്മുടെ സോഫ്റ്റ്വെയർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാ ഈ ഒരു സൈഡിലായിട്ട് ഇതും കൂടി ഉണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ബോൾ വരും. ബോൾ ഉണ്ട്, ആ ഒരു ഗ്ലാസ് തെറിപ്പിച്ച് ഇഷ്ടപ്പെട്ട സമ്മാനം കിട്ടും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫെസ്റ്റ് നടക്കുന്ന ഒരു പരിപാടിയുടെ ആമുഖമായിട്ട് സൂചിപ്പിക്കാമല്ലോ. ഇന്ന് ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സമ്മേളനത്തിന് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ആദ്യം ഹായ്, പുതിയ സ്റ്റൈൽ എങ്ങനെയുണ്ട്? ജസ്റ്റ് ഇവിടെ ഒന്ന് ഷെയ്വൊക്കെ ചെയ്താട്ടാ. അപ്പോൾ നമ്മളിങ്ങനെയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, നമ്മളെന്നാളിൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഇരിണാവ് DYFIക്കാർ നടത്തുന്ന കുറച്ച് അടിപൊളി ഫെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഫെസ്റ്റ് തുടങ്ങിയിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഞാനിന്ന് പോകുന്ന ലാസ്റ്റത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പത്തെ ദിവസമൊക്കെ ഞാൻ പോയിനി. അപ്പോൾ ലാസ്റ്റ് ദിവസം പോകുമ്പോൾ ഒരു അടിപൊളി ഒരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലാസ്റ്റ് ദിവസം എന്ന് പറഞ്ഞാൽ കൈകൊട്ടിക്കളിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവേഴ്സ് TVയിലെ റിച്ച് കൂട്ടൻ്റെ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലവേഴ്സ് ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒന്ന് പറയാം. നമ്മുടെ ഫ്ലവേഴ്സ് ഫാമിലി ഞാൻ മുമ്പൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫ്ലവേഴ്സ് TVയിലെ കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാം. അപ്പോൾ അതിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ സ്പെഷ്യൽ പെർഫോമൊക്കെ ചെയ്തിനി. അതിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു പെർഫോമൻസ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം. പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നിന്നും അവിടെ ഉത്സവത്തിൽ നിന്ന് ഒരു ചന്തേന്ന് ഒരു വിസിൽ വാങ്ങിന കേട്ടോ. വിസിൽ ഏതെടുത്താലും 20 രൂപ എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിൽ ഒരു വിസിൽ വാങ്ങിന. അപ്പോൾ ആ ഒരു വിസിൽ വെച്ചിട്ട് ഞാൻ മിമിക്രി ചെയ്തിന് കേട്ടോ. അപ്പോൾ ആ ഒരു വിസിൽ വെച്ചിട്ട് വേൾഡിൽ ഫസ്റ്റ് ചെയ്യുന്നത് ഞാനാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് കയറിയിട്ട് പ്രണവ് കോമഡി ഉത്സവം എന്ന് അടിച്ചാൽ മതി. അപ്പോൾ വരുന്നതായിരിക്കുമല്ലോ. പ്രണവ് വിസിൽ മിമിക്രി എന്ന് അടിച്ചാൽ മതി, വരുന്നതായിരിക്കട്ടെ കോമഡി ഉത്സവത്തിൻ്റെ അത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് അത് കാണുമോ. അപ്പോൾ എന്താ പറയുക, ലാസ്റ്റ് ദിവസം നമുക്ക് പോയിട്ടൊന്ന് ആ ഫെസ്റ്റിൻ്റെ ഒന്ന് വീഡിയോ എടുക്കട്ടോ. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് അത് കാണിച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. അതാണ് പുതിയ സബ്സ്ക്രൈബർ വരുന്നുണ്ടാവില്ല, അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് യൂട്യൂബ് ചാനൽ കണ്ടന്റ്, മിമിക്രി ഉണ്ടാവും, ബ്ലോഗ് ഉണ്ടാവും, അങ്ങനെയുള്ള ഫുൾ മിക്സ്ഡ് ആയ ഒരു വെറൈറ്റി യൂട്യൂബ് ചാനൽ തന്നെയെന്ന് പറയാം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാകാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ഞാനിതാ ഇരിണാവ് ഫെസ്റ്റ് നടക്കുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടാണുള്ളത്. അപ്പോൾ ഓരോരോ ആൾക്കാരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ലാസ്റ്റ് ദിവസമാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പത്തെ ദിവസങ്ങളിലൊക്കെ ഞാൻ ജസ്റ്റ് ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ദിവസം നടന്നത് 23 തൊട്ട് 26 വരെ ഗംഭീരമായ പരിപാടിയാണ് കേട്ടോ. രാത്രിയിലൊക്കെ ഉണ്ടായാൽ അപ്പോൾ ഇവിടെ ഫെസ്റ്റ് ആയതുകൊണ്ട് രാത്രി ഇഷ്ടംപോലെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെ കൈകൊട്ടിക്കളിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവേഴ്സ് TVയിലെ റിച്ചു കൂട്ടനല്ലേ, അപ്പോൾ റിച്ചുവിൻ്റെ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാണ് കയറുന്ന ആ ഒരു ഭാഗം കേട്ടോ. ഇത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഇരിണാവ് 4 റോഡ് മുട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇരിണാവ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നേരെ ഗേറ്റിൻ്റെ അങ്ങോട്ട്, റെയിൽവേ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകുന്ന ഒരു വഴീൻ്റെ ഒരു കണ്ടത്തിൽ സൈഡായിട്ടാണ് ഇരിണാവ് ഫെസ്റ്റ് നടത്തുന്നത് കേട്ടോ. ശരിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ് കേട്ടോ. രാത്രിയൊക്കെ ഇവിടെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, സ്വാഗതം ഇരിണാവ് ഫെസ്റ്റ് DYFI നടത്തുന്ന പരിപാടിയാണ്. അപ്പോൾ അടിപൊളി പരിപാടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇന്നലെ വന്നിനി. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് വരുന്നത്. അപ്പോൾ ഇതെവിടെ എഴുതിയിട്ടുണ്ട്, DYFI ഇരിണാവ് ഫെസ്റ്റ് എന്നൊക്കെ വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ആഘോഷമാണ് കേട്ടോ. അപ്പോൾ രാത്രി ആയിക്കഴിഞ്ഞാൽ ശരിക്കും എന്ന് പറയുന്നത് ഒരു ഉത്സവത്തിന് വന്ന ഒരു ഫീല് തന്നെയാണ്. ചുറ്റിലും നല്ല അടിപൊളി കുട്ടികൾക്ക് കളിക്കേണ്ട ആ ഒരു സംഭവമൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊക്കെ പോയിട്ട് എന്തൊക്കെയാണ് അവിടെയൊക്കെ ഉള്ളത് എന്ന് നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ കണ്ട അതൊരു സംഭവമാണ്, ഞാൻ കാണിച്ചു തരാം വയ്യ. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ കുട്ടികൾക്ക് കളിക്കേണ്ട അടിപൊളി ഒരു കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോരോ കുട്ടികളെ ഇങ്ങനെ ഇരുത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ ഇത്.
അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കയറി ഇങ്ങനെ കളിക്കാൻ ഭയങ്കര ഇതാണ്. അപ്പോൾ എന്താ പറയുക, ഇതിങ്ങനെ ഉത്സവ പറമ്പിലൊക്കെ ഇത് ഉണ്ടാകലുണ്ട്. പക്ഷേ വെടിപൊട്ടുന്ന സ്ഥലത്ത് ഇത് വെക്കാൻ വിടാറില്ല. കാരണം വെച്ചാൽ വെടിപൊട്ടുമ്പോൾ ചില സമയം അതിൻ്റെ ഒരു കനലായി കഴിഞ്ഞാൽ ചില സമയം ഇതിൻ്റെ കാറ്റവും സാധ്യത ഫുൾ എയറിൽ നിൽക്കുന്ന ഒരു സാധനമല്ലേ. അപ്പോൾ എന്താ പറയുക, കുട്ടികളിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഓരോരോ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ എന്താ നേരത്തെ ഉണ്ടായത് അതിങ്ങനെ കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരോ കുട്ടികളായിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ജസ്റ്റ് കയറുന്നുണ്ട്. അപ്പോൾ അത്ര വലിയ സംഭവം ഒന്നുമല്ല കേട്ടോ, ഇത് ചെറിയതാണ് കേട്ടോ, കാണാൻ തന്നെ നല്ല രസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പുറത്തെ സൈഡായിട്ട്, അപ്പോൾ ഈ ഒരു സൈഡായിട്ട് എന്താ 3Dൻ്റെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, കണ്ണാടിയൊക്കെ ഇട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാം. അപ്പോൾ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ചെറിയൊരു 2 പ്രൊജക്ടർ ഉണ്ടാകും. അപ്പോൾ എന്താ പറയുക, നമുക്ക് അതിലേക്കൂടി ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ചെറിയ കുട്ടികൾക്കും എന്താ പറയുക, വലിയ ആൾക്കൊക്കെ കയറാം, മുതിർന്നവർക്കൊക്കെ കയറാം. സൈഡിലായിട്ട് ചെറിയൊരു പ്രൊജക്ടറും കൂടി ഉണ്ട് കേട്ടോ. പുള്ളിയുടെ കാഴ്ച നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ നടുക്കണ്ട കുറച്ച് വലിയ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ കണ്ണാടിയൊക്കെ വെച്ചിട്ടാണ്, സൈഡിൽ 2 പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് കൂടി എന്തൊക്കെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളൊക്കെ അത് കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് കേട്ടോ. അപ്പോൾ ഇവിടെ സൈഡിലായിട്ട് ഇളനീർ പന്തലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയുക, നമ്മുടെ കുൽക്കി സർവത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരോ ആൾക്കാർ അവിടെ വന്നിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്താ പറയുക, ഇത് ഇരണാവ് ഫസ്റ്റ് തുടങ്ങിയിട്ട് ഞാനിപ്പോൾ 2-3 പ്രാവശ്യമായി വരുന്നത്. അപ്പോൾ ലാസ്റ്റ് ദിവസം വരുമ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് നമ്മുടെ സബ്സ്ക്രൈബറിനും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏത് വേണമെന്നൊന്ന് നമുക്ക് പറഞ്ഞാൽ മതി, അവരാക്കി തരും. അപ്പോൾ ഞാൻ ഇവനോട് ജസ്റ്റ് പറഞ്ഞു നമുക്കൊരു കുൽക്കി സർവത്തും കൂടി വേണം, പിന്നെ നിൻ്റെ കുറച്ച് പ്രകടനം കൂടി ഒന്ന് കാഴ്ച വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓനിതാ സൈഡിൽ ജസ്റ്റ് ആ ഒരു കുൽക്കി സർവത്തിൻ്റെ അത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഓരോന്നായിട്ട് തട്ടുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഗ്ലാസ്സിലേക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് 2 അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ അടി കൊടുത്തതിന് ശേഷം ഇതവൻ്റെ ഇത് കാണിക്കുന്നതാണ്. നമുക്ക് നോക്കട്ടെ. വാവ്, കാണാൻ തന്നെ നല്ല രസമില്ല. പക്ഷെ ചില ആൾക്കാർ എന്താ പറയുക, ഗ്ലാസ് എടുത്ത് ഇങ്ങനെ വേക്കോട്ടൊക്കെ ഇങ്ങനെ തിരിച്ചാക്കുന്നുണ്ട്. പക്ഷേ ഇവൻ അങ്ങനെയൊന്നും ആക്കുന്നില്ല. ജസ്റ്റ് 2 അടിയെ ഇങ്ങനെ അടിച്ചതിന് ശേഷം 2 പ്രാവശ്യം കുലുക്കിയതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ തിരിച്ചാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ എന്താ പറയുക, ആ ഒരു കുൽക്കി സർവത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കഴിച്ചവരാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ ഇത്രയും കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് നമ്മളെന്താ പറയുക, ചെറിയൊരു ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും സർവത്തിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കഴിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു വീഡിയോ എടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ഓരോരോ ആൾക്കാരിങ്ങനെ വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് തന്നെ ആയിട്ട് നമ്മുടെ എന്താ പറയുക, മുളക് ബജി അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ ഈ മുളക് ഇങ്ങനെ കെട്ടി തൂക്കിയാൽ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് ഒരു ആകർഷണം എന്ന് പറയാം. ജസ്റ്റ് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇത് അടിപൊളി തന്നെയാണ് കേട്ടോ. കാണാൻ തന്നെ നമ്മുടെ പാനിപൂരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താ പറയുക, നമ്മുടെ ഈ പാനിപൂരി ഓരോന്നായിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്താ പാനിപൂരിയൊക്കെ കഴിച്ചത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഈ ഒരു മുളക് ബജിയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സൈഡിലായിട്ട്. അപ്പോൾ ഈ ഓരോന്നായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്ത് അന്നേരം തന്നെ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ 2 ഐറ്റംസ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ പാനിപൂരിയും പിന്നെ അതുപോലെ തന്നെ മുളക് ബജിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടായെന്ന് പറഞ്ഞാൽ പാനിപൂരിയും മുളക് ബജിയും മോശമുള്ള കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ആക്കുന്നുണ്ട്. അപ്പോൾ ഓരോരോ ആൾക്കാരിങ്ങനെ വന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ. അപ്പോൾ ഇത്രത്തോളം കടകളും കാര്യങ്ങളൊക്കെയാണല്ലോ കേട്ടോ ഉള്ളത്. അപ്പോൾ അങ്ങത്തോളം ഉണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ കുറച്ച് ചന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സംഭവം കണ്ടത് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫാനാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം മോശമില്ലാത്ത നല്ല രീതിയിലുള്ള ഫാൻ തന്നെയാണ്. നമ്മുടെ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നുള്ള ചാർജ് ചെയ്തിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്നാണ് വീഡിയോ എടുത്തത്. അതുപോലെ തന്നെ ഇവിടെ 99 റുപ്യക്ക് അടിപൊളി സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പുറം നമ്മുടെ ചോളപ്പൊരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പൊരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ ഉപ്പിലിട്ട നാരങ്ങയും ഇതൊക്കെ വെക്കുന്നതുണ്ട്. ആ ഒരു സൈഡിൽ അങ്ങനെയുണ്ട് കേട്ടോ. ഫുൾ ഉപ്പിലിട്ട് നാരങ്ങ അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ ഇളനീർ പന്തലാണ്. അപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഈ സൈഡിലായിട്ട് കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ എന്താ പറയുക, നമുക്ക് 40 ഉറുപ്പ്യക്ക് 5 ബോൾ തരും. അപ്പോൾ അതിന് കണക്കായ നമ്പറുണ്ട്. അപ്പോൾ ആ നമ്പറിൽ ഏതാണ് വരുന്നത് അതിന് പറ്റിയ സമ്മാനം ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതാ ഇവിടെ ഫുട്ബോൾ ഉണ്ട് കേട്ടോ. ഫുട്ബോൾ എടുത്തിട്ട് നമുക്കറിയാം ഫുട്ബോളിന് 20 ഉറുപ്പ്യ എന്ന് വരുമോ. അപ്പോൾ എറിഞ്ഞിട്ട് അവർ കുറച്ച് ഗ്ലാസും പാത്രങ്ങളുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് വീണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സമ്മാനം തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അപ്പുറം ബോൾ ഉണ്ട് കേട്ടോ. ബോൾ എറിയണമെന്നുണ്ടെങ്കിൽ വെറും 10 ഉറുപ്പ്യ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ ഗ്ലാസും ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് അവിടെ ഇങ്ങനെ ഗെയിം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തൊട്ട് ഇത് ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് നമ്മുടെ സോപ്പർ വരുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഏകദേശം ഒരു 50 ഉറുപ്പ്യ കൊടുത്തിട്ട് എറിഞ്ഞിട്ടെങ്കിലും ഒന്നിന് 10 ഉറുപ്പ്യാണ് കേട്ടോ എറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ 50 ഉറുപ്പ്യ എടുത്തിട്ടൊക്കെ ആൾക്കാർ എറിയുന്നത് കാണാൻ പറ്റും. അതിനും നല്ല സുഖം, നിങ്ങൾക്ക് നല്ല പേടിയെ പോയിട്ടാറ്റം ഒരു അടിപൊളി സോപ്പ് നിങ്ങൾക്ക് വാങ്ങുന്നതാണ് ഏറ്റവും നല്ല കേട്ടോ. പക്ഷേ ഗെയിം കളിക്കാൻ തന്നെ ഒരു പ്രത്യേക രസം. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ, ആദർശ്. അപ്പോൾ ഇവനാണ് ഇർണ ഫെസ്റ്റൊക്കെ നടത്തുന്നത് ഇവിടെ. അതുപോലെ തന്നെ ഉണർവ് കലാകായിക വേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിൻ്റെ 3ാം ദിവസമാണ് ഇന്ന്. ഇവിടെ നമുക്ക് ഇന്ന് നാട്ടുകാരുടെ കലാപരിപാടികളാണ് ഇന്ന് നടക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഫുട്ബോൾ, അതുപോലെ തന്നെ നീർപ്പന്തല്, ടോയ്സ്, മറ്റു കാര്യങ്ങളും ഗെയിംസും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ എടുത്ത് ഞാൻ എന്താ പറയുക തലേ ദിവസം വന്നപ്പോൾ എടുത്തതാണ്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ ലാസ്റ്റ് ദിവസം ഇവിടെ ഇന്ന് കൈകൊട്ടിക്കളിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോരോ ആൾക്കാരിങ്ങനെ ഇവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ കൈകൊട്ടിക്കളിയുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ പാട്ട് ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യുന്നു കേട്ടോ. കാരണം വെച്ചാൽ കോപ്പി റൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പാട്ട് മ്യൂട്ടാക്കിയത്. അത് നമ്മുടെ കലാപ് മണിച്ചേട്ടൻ്റെ ഒരു പാട്ടാണ്. അപ്പോൾ അടിപൊളി തന്നെയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ റിച്ചുകൂട്ടൻ്റെ ആ ഒരു പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ കണ്ടതിനെക്കാട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഇതേ കണക്കാത്ത ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ പ്രസംഗമൊക്കെ ഈ ഒരു സൈഡിൽ നിന്നൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ റിച്ചുകൂട്ടൻ്റെ ആ ഒരു പരിപാടി തുടങ്ങുന്നതാണ്. കഴിഞ്ഞ 4 മാസക്കാലം വ്യത്യസ്തമായ പരിപാടികളിലൂടെയാണ് ഈ പരിപാടികളെല്ലാം തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതാണ്ട് ഡിസംബർ മാസം യൂണിറ്റ് കേന്ദ്രങ്ങളിൽ 7 കേന്ദ്രങ്ങളിൽ പച്ചക്കറി കൃഷി നടത്തിയിട്ടാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം മേഖലയിലെ 5 കേന്ദ്രങ്ങളിലായി നാടകവണ്ടിയും വനിതാ കമ്പോലിയെല്ലാം തന്നെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഈർണ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും സമാപന പരിപാടിയിലാണ് നമ്മളെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി വരുന്ന കാലത്തും ഈ പിന്തുണ ഞങ്ങൾക്ക് നൽകണം എന്ന് മാത്രമാണ് ഈ പരിപാടിയുടെ ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇന്ന് ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ജനങ്ങളെയും തന്നെ നമ്മുടെ പരിപാടിയുടെ സ്റ്റേജും മറ്റു കാര്യങ്ങളും ഒരുക്കി തന്ന PVK ഡെക്കറേഷൻ, എന്നിവർക്കും ഈ നിമിഷത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഒരു പരിപാടിയുടെ വിജയത്തിന് സാമ്പത്തികം വളരെ അനിവാര്യമാണ്. അതിനായി നമ്മളുമായി സഹകരിച്ച വ്യക്തികളും സ്ഥാപനങ്ങളും ഒട്ടനവധിയുണ്ട്. അവർക്കും പരസ്യം തന്ന് സഹകരിച്ച വ്യാപാരി സുഹൃത്തുക്കൾക്കും ഈ നിമിഷത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വേദിയിൽ പരിപാടി അവതരിപ്പിച്ച നമ്മുടെ ഈ പ്രദേശത്തുള്ള നാട്ടുകാർ, അതുകൊണ്ട് കൂടുതലൊന്നും പ്രസംഗിക്കുന്നില്ല. ഇവിടെ അനുമോദിക്കപ്പെടുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. ഇത്രയും മനോഹരമായി ഈ ഫെസ്റ്റ് സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐയുടെ ഇരണാവ് ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ ഭാരവാഹികളെയും അംഗങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് അവസാനിക്കുന്നു. അപ്പോൾ അതിനുശേഷമാണ് നമ്മുടെ റിച്ചുകൂട്ടൻ ഋതുരാജിൻ്റെ ലൈറ്റ് ഷോ ഗാനമേള ഉണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അത് കാണാം. എന്നെ ഇരണാവ് ഫെസ്റ്റിന് വിളിച്ചതിന് ഒരുപാട് സന്തോഷം. പക്ഷേ അതിലേറെ സന്തോഷം എന്തായിരിക്കും വെച്ചാൽ നിങ്ങളെല്ലാവരും ഒരു സപ്പോർട്ടായിരിക്കും. എന്തായാലും എല്ലാവരും കൂടി കയ്യെ മുന്നിട്ട് ഒരു കയ്യടി തന്നാല് അപ്പൊ ഞാൻ പാടട്ടെ. കൂടുതൽ നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. അപ്പൊ നേരെ പാട്ടിലേക്ക് തന്നെ കിടന്നാം. ടെസ്റ്റ് എടുത്താലും എല്ലാവരും ഒന്ന് കൈക്ക് പോക്കി ഒരു പടക്കം കൊണ്ടുവന്ന് കയ്യിൽ കഴിച്ചാൽ എല്ലാവരും കൂടെ. ഓക്കെ, ഇതന്നെ വേണം കേട്ടോ പാടുമ്പോഴും.
राजा